അപ്പോൾ ഒരു 11 ആയപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല, ഈവൻ ദോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് എണീക്കാൻ ലേറ്റായി കഴിഞ്ഞു. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം അവിടെ എല്ലാ മുക്കിലും മൂലയിലും 7-Eleven ഉണ്ട്. 7-Eleven എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നേരെ അവിടെ പോയി എന്തെങ്കിലും സ്നാക്സ് വാങ്ങാൻ കരുതി. ഇതേപോലെ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടതാണ് ഇവിടുത്തെ കുറച്ച് ഇതേപോലെ ഹാം ആൻഡ് ചീസും സാൻഡ്വിച്ചൊക്കെ നല്ലതാണെന്ന്. അങ്ങനെ ഒരു ഹാം ആൻഡ് ചീസ് എടുത്തു, ഒരു ചെറിയ ലാറ്റ എടുത്തു. ഇപ്പം അവിടെ ആണെങ്കിൽ കോഫി അല്ലെങ്കിൽ ക്യാപ്പുച്ചിനോ ലാറ്റൊക്കെ റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചതുണ്ടാവും ബോട്ടിൽ, അപ്പം അതൊന്ന് വാങ്ങി. അപ്പോൾ അവിടെ കൊടുത്തു, അവരെന്നെ ചൂടാക്കി തന്നു. അതുമായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോഴാണ് പോകുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് നമ്മളെ വിളിക്കുന്നത്. ലൈക്ക് അവരിങ്ങനെ പുറത്തുനിന്ന് വിളിക്കുകയാണ് ബാബ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കയറി എങ്ങനെയുണ്ട് നോക്കാനായിട്ട്. പക്ഷേ ഫുഡ് പറ്റപത്തേനു, അതേപോലെ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ഫസ്റ്റ് ഫെയിൽ. പിന്നെ അവിടെ നിന്ന് ആകെ ഞാൻ കുടിച്ചത് ജ്യൂസാണ്. പിന്നെ ഒരു ഹാം ആൻഡ് ചീസും ഞാൻ വാങ്ങിയത് 7-Eleven വാങ്ങിയത് കഴിച്ചു. പിന്നെ നേരെ വണ്ടി ബുക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ട്രാഫിക് നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വണ്ടി വരാൻ കുറച്ചധികം ലേറ്റായി. അങ്ങനെ നമ്മുടെ കാറ് വന്നു. നമ്മൾ ഫൈനലി ഗ്രാൻഡ് പാലസിലേക്ക് പോവാണ്. ഇവിടെ ബാങ്കോക്ക് സിറ്റിയിൽ വന്നതിന് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നമാണ് ട്രാഫിക്. അത് ഒരു രക്ഷയില്ല. നമുക്ക് പ്രത്യേകിച്ച് കാറിലാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, വളരെ ലേറ്റ് ആകും എവിടെയെങ്കിലും പോകാനെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാൻഡ് പാലസിലെത്തി. അപ്പം ഇവിടെ വന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ലീവ്ലെസ്സും അതേപോലെ ഷോർട്സൊന്നും വെയർ ചെയ്യാൻ പാടില്ല. പിന്നെ എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 500 തായ് ബാത്താണ്, അതായത് ഏകദേശം 1200 രൂപ നാട്ടിലെ. നമ്മളുടെ നാട്ടിലെ 2.22 റുപ്പീസാണ് ഇവിടുത്തെ ഒരു തായ് ബാത്ത്. അപ്പം നമ്മൾ അതൊക്കെ പേ ചെയ്തു, അകത്ത് കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ചൂടാണ്. ഞാൻ ഒരു സ്ലീവ്ലെസ് ടീഷർട്ടാണ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിനകത്തേക്ക് സ്ലീവ്ലെസ് ഒന്നും ഇടാൻ പറ്റില്ല, അതേപോലെ ഷോർട്ട്സും ഇടാൻ പറ്റില്ല. ഫുൾ പാൻസ് ആൻഡ് ഫുൾ കൈയുള്ള ടീഷർട്ട്. ഫുൾ കൈ മീൻസ് അറ്റ്ലീസ്റ്റ് ഹാഫ് സ്ലീവ് എങ്കിലും വേണം. അങ്ങനെ നമ്മൾ ഉള്ളിലെ കാഴ്ചകൾ ഓരോന്നോരോന്നായി കാണുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ടെമ്പിൾസ് ഉണ്ട്, അതേപോലെ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ ഇപ്പോൾ ഗോൾഡൻ കളറാണെങ്കിൽ അടുത്ത ടെമ്പിൾ വൈറ്റ് കളറിലായിരിക്കും. ഇതേ കാണുന്ന പോലെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും നമ്മുടെ എൻട്രീൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഇതൊക്കെയാണ്. ഇത് അവരുടെ ഒരു ഹിസ്റ്ററി പോലെയാണ് അവിടെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ കുറേ ബ്യൂട്ടിഫുൾ ടെമ്പിൾസാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. ഈവൻ ഓഫ് സീസൺ ആയിട്ടും കൂടി വളരെ തിരക്കുണ്ടായിരുന്നു അവിടെ. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ടെമ്പിളിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ടെമ്പിൾ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് ടൂറിസ്റ്റേഴ്സിന് കയറാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ടെമ്പിളിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതൊരു ബുദ്ധ ടെമ്പിളായിരുന്നു. ഒരു ബുദ്ധേൻ്റെ വലിയൊരു സ്റ്റാച്ചു അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ അവരുടെ റിച്വൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ വെസൽസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എക്സിറ്റിൻ്റെ അവിടെയുള്ള കാഴ്ചകളാണ്. അവിടെയുള്ള ബിൽഡിങ്സ് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ കുറേ നേരത്തെ ഡീഹൈഡ്രേഷനും വെയിലും ചൂടും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പാലസിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ചെറിയ ചെറിയ കുറച്ച് കഫേസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ട് കഫേയിൽ കയറി ഒരു ലെമൺ സോഡ കുടിച്ചു. ഭയങ്കര ചൂടാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും ഹാർഷ് ക്ലൈമറ്റാണ് അവിടെ. അങ്ങനെ നമ്മൾ പുറത്ത് വഴിയരികിൽ കാത്ത് നിൽക്കുകയാണ് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട്. ഈ കാണുന്നതൊന്നല്ല, ഭയങ്കര ട്രാഫിക്കാണ്. നമ്മളൊരു കാറ് ബുക്ക് ചെയ്തിട്ട് ഏകദേശം 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ടയേർഡായപ്പം അടുത്ത് കണ്ടൊരു കഫേയിൽ കയറി ഒരു സ്ട്രോബെറി മാച്ച ഡ്രിങ്ക് പറഞ്ഞു. ഇറ്റ് വാസ് റിയലി നൈസ്. പക്ഷേ മാച്ച കുടിച്ച് എനിക്ക് വലിയ ശീലമാകത്തോണ്ട് എനിക്ക് അത്ര പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ കാറ് വന്നു. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രൈവർ പറഞ്ഞത് ഇവിടെ നിയർ ബൈ ഒരു കനാൽ ബോട്ട് റൈഡ് അവൈലബിൾ ആണ്. നമ്മൾ ആക്ച്വലി വേറൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മൾ ഗ്രാൻഡ് പാലസ് ഇറങ്ങുമ്പോഴേക്കും നല്ല ലേറ്റായി. അങ്ങനെ പിന്നെ എന്തെങ്കിലും ആവട്ടെ, ലൈക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് സൈറ്റ് സീയിങ് കൂടി ഇന്നത്തേക്ക് കാണാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളത് ചൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു നമ്മളെ പറ്റിച്ചതാണ്. നമ്മളോട് ആദ്യം പറഞ്ഞത് ഒരാൾക്ക് 3000 തായ് ബാത്ത് എന്നാണ്. 3000 എന്ന് പറഞ്ഞാൽ ഏകദേശം 6000 രൂപേൻ്റെ മുകളിലാണ്, നാട്ടിലെ 6000 രൂപ. അപ്പം ലൈക്ക് നമ്മൾ കുറേ ബാർഗെയിൻ ചെയ്ത് അങ്ങനെ ഒരാൾക്ക് ഏകദേശം 700 ബാത്തിന് റെഡിയാക്കി. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് കുറേ ആൾക്കാരുണ്ട്, 2-3 ബോട്ടിലയച്ച ആൾക്കാരുണ്ട്. അപ്പോൾ മനസ്സിലായി പറ്റിക്കപ്പെട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ചൂടായിരുന്നു. അത് തന്നെയാണ്, ഒരു രക്ഷയില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാക്സിമം ബാർഗെയിൻ ചെയ്യാൻ നോക്കുക. ഈവൻ നമ്മൾ ഈ സ്ഥലത്ത് ഫസ്റ്റ് ടൈം വന്നപ്പോഴാണെങ്കിലും ഇവർ 3000 or 4000 ഒക്കെയാണ് പെർ പേഴ്സൺ പറഞ്ഞിരുന്നത്. അത് തായ് ബാത്തിലാണ്.
അതുകൊണ്ട് പ്രോപ്പറായിട്ട് ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള വേറൊരു കാര്യമാണ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ്ലൈൻ ട്രാൻസ്ലേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ബിക്കോസ് അവിടെയുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് തായ് ലാംഗ്വേജ് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പം കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈവൻ നമുക്ക് കാറിൽ പോകുമ്പോഴാണെങ്കിലും അവരുടെ കയ്യിൽ എപ്പോഴും ഈ ട്രാൻസ്ലേറ്റിംഗ് ആപ്പ് ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവരത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കേൾപ്പിച്ച് തരാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലും അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ ബോട്ട് റൈഡിന് സൈനപ്പ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് വാട്ടറും ടെമ്പിളും ബിഗ് ബുദ്ധയും കവർ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് അത്ര അടുത്തുനിന്നൊന്നും കാണാൻ പറ്റിയില്ല. ആ സൈഡിൽ കൂടെ അങ്ങ് പോയി എന്നല്ലാണ്ട് അടുത്തുനിന്നൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇങ്ങനെ പോയപ്പം ബോത്ത് സൈഡിലുള്ള ടെമ്പിൾസും അതേപോലെ എങ്ങനെയാണ് അവിടുത്തെ റെസിഡൻസസും കാര്യങ്ങളും എങ്ങനെയാണ് അവിടുത്തെ ലോക്കൽ പീപ്പിൾസിൻ്റെ ലൈഫ് കുറച്ചും കൂടി അടുത്തറിയാൻ പറ്റി. ലൈക്ക് ഈവൻ സിറ്റിയിലാണെങ്കിലും കൂടി അവരെങ്ങനെയാണ് താമസിക്കുന്നത്, അവർ ഈ കനാലിൻ്റെ സൈഡിലുള്ള അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കാണാൻ പറ്റി. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ബുദ്ധ. നല്ല രസമുണ്ട് കാണാൻ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്റ്റാച്യു. ഇതേപോലെ 2-3 ബിഗ് ബുദ്ധാസ് ഉണ്ട് തായ്ലൻഡിൽ. അങ്ങനെ ബോട്ട് റൈഡ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ നല്ല ക്ഷീണിച്ചു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ചെക്ക് ചെയ്തു, പക്ഷേ റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ പോയത് 7-Elevenലേക്കാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് മാർക്കറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ എന്ന് കരുതിയിട്ട് കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്തു. പക്ഷേ അടിപൊളിയായിരുന്നു. ലൈക്ക് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത ഒരു ചിക്കൻ ഐറ്റം ആയിരുന്നു. നമുക്ക് KFCയിലൊക്കെ കിട്ടുന്ന പോലെ കൈൻഡ് ഓഫ്, പക്ഷെ നല്ലതായിരുന്നു. പിന്നെ അതുപോലെ വേറെന്തോ ഒരു സാധനം കൂടി വാങ്ങി, അതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായില്ല. ഇറ്റ് വാസ് ഓൾസോ നൈസ്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതേപോലെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇറ്റ് വാസ് ഒരു മാർക്കറ്റ് പോലെ തന്നെ, നമ്മൾ അറിയാതെ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ്. ലൈക്ക് നമ്മളെ ബോട്ട് റൈഡ് കഴിഞ്ഞ് ഇറക്കി വിട്ടൊരു സ്ഥലമാണ്. പക്ഷേ ഈവൻ ദോ എനിക്ക് ആ പേര് പോലും ഓർമ്മയില്ല. പക്ഷേ ഇറ്റ് വാസ് എ റിയലി ഗുഡ് മാർക്കറ്റ് ആയിരുന്നു അവിടെ. പിന്നെ ഈ കോക്കനട്ടിന് മെയിൻ കുറേ സ്മൂത്തീസ്, ഡെസേർട്ട്സും കാര്യങ്ങളാണ് അവിടുത്തെ മെയിൻ എന്താ പറയുക സ്വീറ്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അത് കുറച്ച് ട്രൈ ചെയ്തു. ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് ഫ്ലവർ മാർക്കറ്റ്സ് ആണ്. കുറേ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ഫുൾ ഫ്ലവേഴ്സാണ്. നല്ലൊരു സ്മെല്ലും നല്ല വെതറും നല്ല അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും അവിടെ ഏകദേശം ഒരു 6 o'clock ആയി. ചൂടൊക്കെ മെല്ലെ ഒന്ന് കുറഞ്ഞു. നല്ലൊരു വെതറായിരുന്നു. ലൈക്ക് ട്രാഫിക് ഉണ്ട്, ബട്ട് സ്റ്റിൽ എന്നാലും മാർക്കറ്റിനുള്ളിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് നല്ലതായിരുന്നു. മെല്ലെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ വന്നു. ആകെ നല്ലൊരു വൈബ്. പിന്നെ സ്കൂൾ വിട്ടതുകൊണ്ട് സ്കൂളിലെ കുട്ടികളും കുറേ ഉണ്ടായിരുന്നു. അവരങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത്, അവരെ കൂട്ടാൻ വരുന്ന പാരൻസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ MBK മോളിൽ പോയി നൈറ്റ്. പക്ഷെ ഞാൻ ഒന്നും പർച്ചേസ് ചെയ്തില്ല, ബിക്കോസ് വളരെ ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. ഇതേപോലെ ഫിഷ് ഫിംഗേഴ്സും പിന്നെ ഒരു സാലഡുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ഫുഡ് ഇഷ്ടമായി. പിന്നെ അവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണ് ടുക് ടുക്. അപ്പം തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ടുക് ടുക്ക് ഒന്ന് ട്രൈ ചെയ്യണം. മസ്റ്റ് ഹൈലി റെക്കമെൻഡഡ് ആണ്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ മോർ.